KPCC ഡിജിറ്റൽ മീഡിയയും കൈപ്പിടിയിലൊതുക്കി കേക്കച്ചൻ. സ്വന്തം മുഖത്തിന്റെ കോലക്കേടിൽ ക്ഷുഭിതനായി കണ്ണാടി തല്ലി പൊട്ടിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. ഏതാണ്ട് അതുപോലത്തെ പണിയാണ് LDFന് മൂന്നാം ഊഴം ഒരുക്കുവാൻ അച്ചാരം വാങ്ങിയ കോൺഗ്രസ് നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്ന KPCC സൈബർ ടീമിനെ അഴിച്ചുപണിയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ കേക്കച്ചൻ മുന്നോട്ട് പോകുന്നത്. പറച്ചിൽ കേട്ടാൽ ഇവന്മാർ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി എന്തോ വലിയ ടീമുള്ള പോലെയാണ് ഇവന്മാരുടെ ഭാവം. നിലവിൽ പാർട്ടിയോടുള്ള താല്പര്യം കൊണ്ട് യാതൊരു ഇൻഫ്രാസ്ട്രക്ചറും ഇല്ലാതെ യാതൊരു പ്രതിഫലവും വാങ്ങാതെ തങ്ങളുടെ ജോലി തിരക്കിനിടയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരാണ് KPCCയുടെ ഡിജിറ്റൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത്. ഈ പേരിൽ പിരിക്കുന്ന പണം പോലും പുട്ടടിക്കുന്ന നേതൃത്വമാണ് കോൺഗ്രസിൻ്റെ ശാപം. ജയ്ഹിന്ദ് TV നോക്കുക, വീക്ഷണം പത്രം നോക്കുക, ശമ്പളം പോലും കൊടുക്കുവാൻ ഗതിയില്ലാത്ത, അവിടെ പണിയെടുക്കുന്നവന്മാർ പോലും കാണാത്ത മാധ്യമങ്ങൾ, ബാധ്യതകളാണ് ഇന്ന് ഈ പ്രസ്ഥാനങ്ങൾ. രമേശ് ചെന്നിത്തലയും ഹസനുമൊക്കെ മത്സരിച്ച് കട്ടുമുടിച്ച പ്രസ്ഥാനങ്ങൾ. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി, ഡോക്ടർ സരീൻ ഒക്കെ നേതൃത്വം കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും ഇവന്മാർക്ക് യാതൊരു പ്രൊഫഷണലിസവും ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഇവന്മാർക്ക് ഒരു മീഡിയ സ്ട്രാറ്റജിയോ ക്യാമ്പയിൻ സ്ട്രാറ്റജിയോ പ്രൊഫഷണൽ കണ്ടന്റ് ടീമോ ഒന്നുമില്ല. ഈ അവസരം മുതലാക്കി ഡിജിറ്റൽ ടീം കയ്യിലൊതുക്കി കേക്കച്ചൻ്റെ PR ജോലികൾ ചെയ്യുന്ന തിരുവനന്തപുരത്തുള്ള ആ ടീമിനെ ഏൽപ്പിക്കുവാനാണ് പുള്ളിയുടെ പരിപാടി. ഇതിന് പണം നൽകിയാൽ തൻ്റെ PR പരിപാടികൾ ഫ്രീ ആക്കാം എന്നതാണ് സതീശൻ്റെ നേട്ടം. ഇന്നലെയും കേക്കച്ചൻ തൻ്റെ മാനസപുത്രിയെ കളത്തിലിറക്കി ഒന്ന് രംഗം സജീവമായി നിർത്തുവാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെ പൊങ്കാലയെ തുടർന്നായിരിക്കണം സ്വകാര്യ ഭാഗങ്ങളൊക്കെ നന്നായി മറച്ച് ചുണ്ട് പെയിന്റ് പാട്ടയിലൊന്നും മുക്കാതെ കേക്കച്ചൻ പറഞ്ഞു പഠിപ്പിച്ചു വിട്ടതാണെന്ന് ആർക്കും സംശയം തോന്നാത്ത രീതിയിലാണ് ഇന്നലെ വന്നത്. എന്തായാലും അവൾക്കൊരു അടക്കം വരികയും മാന്യമായി വസ്ത്രധാരണം നടത്തുവാനും തുടങ്ങിയിരിക്കുന്നു എന്നതിൽ നമുക്ക് ആശ്വസിക്കാം. പിണറായിക്ക് തുടർഭരണം ഒരുക്കുവാൻ അച്ചാരം വാങ്ങിയ കേക്കച്ചൻ തിങ്കളാഴ്ച അവസാന നിമിഷം എന്തെങ്കിലും തരവഴികളുമായി വന്നാലും രാഹുൽ നിയമസഭയിൽ എത്തുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. രാഹുൽ നാളെ സഭയിൽ എത്തിയില്ലെങ്കിൽ രാഹുലിന് വേണ്ടി ശബ്ദിച്ച ഈ ജനങ്ങൾ തന്നെ രാഹുലിനെ വെറുക്കുന്ന ഒരു അവസരം ഉണ്ടാകും. രാഹുൽ അത്രയ്ക്ക് ഭയപ്പെടുന്ന ഗുരുതരമായ മറ്റു പ്രശ്നങ്ങളിൽ ചെന്ന് ചാടി എന്ന് ജനങ്ങൾ അനുമാനിക്കും. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ഇന്ന് രാഹുലിന് നീതി തേടിയുള്ള മിഷൻ 60യുടെ 19ാം ദിനം ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. എന്റെ പേര് ബീനയാണ്. ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു. പിന്നെ ഈ ഷാഹുലിനെ ആക്രമിച്ച പോലെ തന്നെ നമ്മളുടെ താഴേക്കിടയിൽ നിന്ന് നമ്മളൊക്കെ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ വരുമ്പോഴും ഈ മേലേക്കിടയിലുള്ളവർ നമ്മളെ അടിച്ചമർത്തുന്ന ാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഞാനൊക്കെ ഇപ്പൊ വീട്ടില് അടിഞ്ഞുകൂടി ഇരിക്കുകയാണ്. പക്ഷെ എന്റെ ഈ പാവപ്പെട്ട കുട്ടിയെ ഈ ആക്രമിക്കുന്നത് കേൾക്കുമ്പോ നമുക്ക് ഒരിക്കലും ഒരമ്മമാർക്ക് ഇത് സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഞാന് രാഹുലിന്റെ അമ്മയാവാനുള്ള പ്രായം എനിക്കില്ല. എന്നാലും എന്റെ ഒരു മകന്റെ സ്ഥാനത്ത് വെച്ചിട്ട് ആ പാവപ്പെട്ട കുട്ടിയെ ഏതെങ്കിലും പെണ്ണുങ്ങൾ പറക്കി പെണ്ണുങ്ങൾ വല്ലതും പറഞ്ഞോന്നും പറഞ്ഞ് എന്തെല്ലാമാണ് എന്റെ കുട്ടിയെ പറയുന്നത്. ആ കുട്ടി പൂർവാധികം ശക്തിയോടുകൂടി തിങ്കളാഴ്ച നിയമസഭയിൽ പോയിട്ട് ഏത് തെണ്ടി ആ കുട്ടി എന്ത് പറഞ്ഞാലും തിരിച്ചടിച്ച് സംസാരിച്ച് എന്റെ മകൻ സൂപ്പറായി വിജയിച്ച് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ മാനസികമായിട്ട് ആ കുട്ടി ഡിപ്രഷൻ അടിച്ച് വീട്ടിലിരിക്കേണ്ട കുട്ടിയല്ല. സുനിൽ സാറിന്റെ എന്താ പറയാ, നിങ്ങളുടെ I2I ചാനല് ആണ് ഞാൻ സ്ഥിരമായി കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ അത് കേട്ടാൽ തന്നെ എന്റെ മകന് നല്ലൊരു മോട്ടിവേഷനാണ്. എന്റെ പാവപ്പെട്ട കുട്ടിയെ ഇങ്ങനെ ക്രൂശിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. അങ്ങനെ എന്റെ കുട്ടിക്ക് ഇവര് എന്താണോ പാരവെക്കാൻ പരിശ്രമിച്ചത് അതിൽ നിന്ന് എന്റെ കുട്ടി പൂർവാധികം ജനങ്ങളുടെ മനസ്സിൽ ചേക്കേറി എന്നുള്ളതല്ലാതെ ജനങ്ങൾ വെറുത്തിട്ടുണ്ട് എന്ന് അങ്ങനെ എല്ലാവരും വിചാരിക്കണ്ട. നമ്മളെപ്പോലുള്ള കുറെ അമ്മമാരുണ്ടല്ലോ. അപ്പൊ നമ്മൾക്ക് ഈ കുഞ്ഞിനെ ഇവരിങ്ങനെ ആക്ഷേപിക്കും, അതിക്രമിക്കും, വേണ്ടാത്തത് പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഞാൻ പറയട്ടെ, വളർന്നു വരുന്ന ഈ യുവതലമുറയിലെ ചെറുപ്പക്കാരെ അടിച്ചമർത്തിയിട്ട് ഈ പറട്ട കിളവന്മാരെ എന്തെടുക്കാനാണ് അവിടെ? ഞാൻ അറിയാതെ ചോദിക്കണം. വളർന്നു വരുന്ന കുട്ടികൾക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കണ്ടേ? നമുക്ക് കേരളത്തിൽ ജീവിക്കണ്ടേ? 10 വർഷമായിട്ട് എല്ലാത്തിനും വില വർദ്ധിച്ച് നമ്മൾ ദുരിതം അനുഭവിക്കാണ്. വീണ്ടും ഇവര് തമ്മിൽ അങ്ങോട്ട് കോടി കൊടുത്തു ഇങ്ങോട്ട് കോടി കൊടുത്തു പറഞ്ഞ് കൂട്ടുകച്ചവടം നടത്തി കേരളത്തിന് എന്തിനിങ്ങനെ മുടിപ്പിക്കണേ? നമ്മളെ സാധാരണ ജനങ്ങളുടെ ജീവിതം വെച്ച് എന്തിനിങ്ങനെ കളിക്കണേ ഈ പാറട്ട നാറികള്? എന്റെ കുട്ടിയെ പോലുള്ളവര് വന്ന 10 ആള് വരുമ്പോ ആ കുട്ടികൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് നിയമസഭയിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്. അവരെ കൂടി അടിച്ചമർത്തുന്നത് എന്തിനാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് എന്റെ എന്താ പറയാ, എന്റെ ജീവിതത്തിൽ ആ കുട്ടി എവിടെന്നെങ്കിലും ഒന്ന് കാണണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്.
നമ്മളങ്ങനെ ഒരു പൊതുവേദികളിലൊന്നും പോണ ആളല്ല. ഞാൻ ഇതിന്ന് പിന്മാറിയ ആളാണ്. ഞാനിവിടെ നല്ലൊരു പോരാട്ടത്തിൽ ഞാൻ ഒരുപാട് വർക്ക് ചെയ്ത്, എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തു. ഞാൻ പേരൊന്നും പറയുന്നില്ല. അദ്ദേഹം ഇപ്പൊ മരിച്ചുപോയി, സ്ട്രോക്കായിട്ട്. സതീഷ് അമ്പാച്ചി എനിക്ക് വേണ്ടി ഒരുപാട് ഞാൻ വർക്ക് ചെയ്ത ആളാണ്. അദ്ദേഹമൊക്കെ നല്ല മനുഷ്യനാണ്. ഈ നല്ല മനുഷ്യന്മാരെ നമ്മുടെ ഈ പാർട്ടിയിലുള്ളവരെന്നെ അടിച്ചമർത്തി തോൽപ്പിക്കുകയാണ്. ഇതാണ് മുൻപും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ചെറിയ VS അച്യുതാനന്ദന്റെ കൂടെ 2000 ചില്ലറ വോട്ടിനാണ് തോറ്റത്. അത് നമ്മുടെ പാർട്ടിക്കാരനെയാണ് തോൽപ്പിച്ചത്. അപ്പൊ നല്ല വ്യക്തികളെ തലപൊക്കാൻ ഇവര് സമ്മതിക്കില്ല. ഇവര് കുറെ ആൾക്കാരുടെ കൈവശം, ഇന്ത്യ പറയുന്നത് ഇവര് തറവാട്ടുമൊക്കെ സ്വത്താണ്. നമ്മൾ ജനങ്ങളാണ് പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത്. ജനങ്ങളുടെ ഇഷ്ടമാണ്. ഇവരുടെ ആരുടെ അപ്പന്റെ തറവാട്ട് സ്വത്തല്ല കേരളം. കേരളം നമ്മുടെ ജനങ്ങളുടെയാണ്. അപ്പൊ എന്റെ മകനെ ഇങ്ങനെ ക്രൂശിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എന്റെ പൊന്നുമോനെ ഞാൻ മരിക്കുന്നതിന്റെ ഇടയിൽ എവിടെന്നെങ്കിലും കണ്ട എന്റെ കുട്ടി മാനസികമായി തളരാതെ പൂർവാധിക ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റിട്ട് ഈ നിയമസഭയിൽ വന്ന് 4 വർത്തമാനം ആൺകുട്ടികളെ പോലെ നട്ടലെന്ന് നിർത്തി പറയണമെന്നാണ് എന്റെ മകനോട് എനിക്ക് പറയാനുള്ളത്. ആ കുട്ടിയുടെ നമ്പർ കിട്ടി, ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് പറ്റി വെച്ചാൽ 4 ജനങ്ങൾക്ക് കേൾക്കുന്ന വിധത്തിൽ ഇത് പറയൂ. എന്നെ പോലുള്ള ഒരുപാട് അമ്മമാരുടെയും പെങ്ങന്മാരുടെയും എല്ലാവരുടെയും ഒരു ഇതാണ് ഞാൻ അഭിപ്രായം പറയാം. ഞങ്ങൾ പാലക്കാട് ജില്ലക്കാരാണ്. ഞങ്ങളുടെ ജില്ലക്ക് ഞങ്ങളുടെ കുട്ടിയെ ഇഷ്ടമാണ്. പിന്നെ എല്ലാ പട്ടികളുടെയും കൊര അവസാനിപ്പിച്ചിട്ടൊന്നും ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. ഞാൻ പറയട്ടെ, സത്യത്തിനും നീതിക്കും കാലുമില്ലാത്ത കാലമാണ്. കുരയ്ക്കുന്ന പട്ടികൾ കുരയ്ക്കും. എല്ലാ പട്ടികളുടെ കൊര അവസാനിച്ചിട്ട് നമുക്ക് ജീവിക്കാനൊന്നും പറ്റത്തില്ല. കുരയ്ക്കണവൻ കുറച്ചോട്ടെ. നമ്മൾ സത്യസന്ധതയും നീതിബോധത്തോടു കൂടി ജീവിക്കുക. അവൻ ഒരു ചെറുപ്പക്കാരൻ കുട്ടിയാണ്. ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടും ഉണ്ടാവും. അതൊക്കെ ലോകത്തിന് ന്യായമായി ലോകമുണ്ടായ മുതൽക്ക് നടക്കുന്ന കാര്യങ്ങളാണ്. എന്റെ കുട്ടിയെ മാത്രം അങ്ങനെ എല്ലാവരും കുറ്റപ്പെടുത്തി സംസാരിക്കണ്ട. അതിനുള്ള തെറ്റൊന്നും എന്റെ മകൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്റെ മകനെ പോലെയാണ് എന്റെ കുട്ടിയോട് നിന്നിട്ട് ഞാൻ സംസാരിക്കുന്നത്. എന്റെ കുട്ടിക്ക് എന്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് പറ്റിയ കുട്ടി, പെൺകുട്ടി വന്ന് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്താ ഈ കുഞ്ഞിനെ വെറുതെ ഇങ്ങനെ പറഞ്ഞ് ക്രൂശിക്കുന്നത് ഒരു പാവപ്പെട്ട കുട്ടിയെ? ആ കുട്ടിയുടെ അമ്മയുടെ പേര് തന്നെയാണ് എന്റെ പേരും. ഒരു അമ്മ പ്രസവിച്ച മകനല്ലേ. നമ്മുടെ മോനെ എന്താ ഇങ്ങനെ പറയണത്? ഞങ്ങളുടെ പാലക്കാട് ജില്ലക്കാര് എന്റെ മകനെ നെഞ്ചിലേറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കുന്നത് സ്വീഡനിൽ നിന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ ഒരു പ്രവാസിയാണ്. പക്ഷെ ഞാനിപ്പോ ആകെ ഒരു ന്യൂസ് ചാനൽ കാണുന്നത് ഇപ്പൊ ITV ന്യൂസ് ചാനലാണ്. എന്റെ പേര് ജെയിംസ്. ഞാൻ സ്വീഡനിൽ നിന്നാണ് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബാക്കിയുള്ള ചാനലുകൾ മുഴുവനും പെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കേരളത്തിന്റെ ഒരു ശരിക്കും പറഞ്ഞ രാഷ്ട്രീയമായാലും എന്തായാലും കാശ് കൊടുത്ത് എന്ത് തോന്നിവാസം കാണിച്ച് എന്ത് ന്യൂസും പുറത്തേക്ക് വിടുക. അദ്ദേഹം ഒരു കുറ്റവാളിയാണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ ചേതോവധം ചെയ്യാന്ന്? ചേതോവധമല്ല, അദ്ദേഹത്തിനെ നശിപ്പിച്ചു കളയുക. ഇത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഉദ്ദേശം, വേറൊന്നുമല്ല. അദ്ദേഹത്തിനെ ഇനിയും മേലോട്ട് പൊങ്ങരുത്. യുവ നേതാക്കന്മാർ മേലെ വരരുത്. ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം ആയാലും ഈ പറഞ്ഞ മാത്യു കുഴൽനാടനായാലും എല്ലാവരെയും ഇവരെന്താ ഈ കോൺഗ്രസ്സുകാരെന്താ സപ്പോർട്ട് ചെയ്യണേ? ഈ മാത്യു കുഴൽനാടൻ പിണറായിക്കെതിരായിട്ടുള്ള വിഷയങ്ങൾ കൊണ്ടുവന്നപ്പോ ആരാണ് സപ്പോർട്ട് ചെയ്ത്? ഒരു കോൺഗ്രസ്സുകാരെ പിന്നീടായപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് പണി പാളുമെന്ന് മനസ്സിലായപ്പോൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തതായിട്ട് കാണിച്ചു കൊടുത്തു. അതല്ലേ അവർ ചെയ്തത്? എന്താണ് ഈ കാണിച്ചു കൂടുന്ന ഈ കേരളം? ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല. ഞങ്ങളൊക്കെ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഇപ്പം ഈ കാര്യമാണ്. അദ്ദേഹത്തിനെ നശിപ്പിച്ച് ശരിക്കും പറഞ്ഞാൽ ഈ സതീശനും മറ്റുള്ള കൂട്ടരും ചേർന്ന് നശിപ്പിക്കുകയാണ്. കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ പറയണ ഈ കോൺഗ്രസ് നിന്ന് വിട്ടുമാറിയിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിക്കണം. വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. ജനത്തിന് ഇത് മനസ്സിലാവുന്നുണ്ട്. ഇവരുടെ വിചാരം ജനം വെറുതും കഴുതിയാണ്. അല്ല, ജനങ്ങൾ മുഴുവൻ ഇപ്പൊ ഒന്നാമത് സോഷ്യൽ മീഡിയ ഇത്രയും സ്ട്രോങ് ആയതോട് കൂടിയിട്ട് ജനങ്ങൾ ന്യൂസ് അല്ല കേൾക്കുന്നത്. ജനങ്ങൾക്ക് ഈ ന്യൂസിന്റെ മുമ്പിൽ ഇരിക്കാനല്ല നേരം. ഇപ്പൊ ഞാനൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ കേൾക്കുന്നത് ആകെ ഈ യൂട്യൂബിലും മറ്റുള്ള സാധനങ്ങളും തന്നെ. ഞങ്ങൾക്കൊന്നും ഈ വൃത്തികെട്ട പെയ്ഡ് ന്യൂസിന്റെ അകത്തിരിക്കാൻ ഞങ്ങൾക്കൊന്നും താല്പര്യമേ ഇല്ല. ഞങ്ങളൊക്കെ ഇതിന് ടോട്ടലി എഗൻസ്റ്റ് ആണ്. ഞങ്ങളൊക്കെ കേരളം നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുവാണ്. കേരളത്തിന്റെ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഒരു അവധിക്ക് പോലും വരാൻ പേടിയാണ്. കാരണം നമ്മളേത് കേസിൽ കുടുങ്ങി നമ്മളകത്ത് പോകുന്നുള്ള പേടിയില്ല. കാരണം അവിടെ പോലീസ് സംവിധാനം എന്താ, വല്ല ഗുണമുണ്ട്? ഇത് എന്തോരം കാര്യങ്ങൾ ഗവൺമെന്റിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നിലനിൽക്കുണ്ടായിട്ടും ഇവരെ ഈ ചീഞ്ഞ കേസ് ഇത്രയും വെറും പറയാൻ തന്നെ നമുക്ക് തന്നെ ഒരു നാണം തോന്നുന്ന കേസ്, ഒരു തെളിവുമില്ലാത്ത കേസ്, ആ മനുഷ്യനെ ക്രൂശിച്ച് കൊല്ലാൻ നോക്കുവാണ്. വേറെ ഒന്നുമല്ല, ഇത് അവരുടെ പെയ്ഡ് പരിപാടിയാണിത്. ഇത് VD സതീശൻ കാശ് വാങ്ങിച്ചേക്കണത് ഇപ്പൊ തോന്നുന്നത് ഒരു പാർട്ടിയിൽ നിന്നൊന്നും അല്ല, പല പാർട്ടിയിൽ നിന്നുള്ള അച്ചാരമുണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് പുള്ളിയുടെ ഒറ്റ പാർട്ടിയിൽ നിന്ന് എല്ലാവർക്കും ഇതിൻ്റെ അകത്ത് പങ്കുണ്ട്. കോൺഗ്രസ് നേതൃത്വം ടോപ്പിൽ നിന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇതിൻ്റെ അകത്ത് പൂർണ്ണമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ കോൺഗ്രസ് നശിക്കും.
100% ഉറപ്പാണ്. കാരണം ഞങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നോട്ടയ്ക്ക് കുത്തും. വേറൊരു പാർട്ടിക്ക് ഞാനൊക്കെ കോൺഗ്രസ്സുകാരനാണ്, ഞങ്ങളുടെ ഫാമിലി ആയിട്ട് തന്നെ കോൺഗ്രസ്സുകാരനാണ്. എന്തോരം ഈ യുവ നേതാക്കന്മാര് പുറത്ത് വരാത്തത് കാരണം ഇലക്ഷൻ വരാൻ പോകുന്നു, ഇനിയും അതിന്റെ പേരിൽ പറഞ്ഞു മാറി അവരുടെ സീറ്റും പോകണ്ടല്ലോ എന്ന് കരുതി എല്ലാവർക്കും യുവ നേതാക്കന്മാർക്കൊക്കെ ഈ പിണറായിയോടും അതുപോലെ തന്നെ സതീശനോടും നല്ല കലിപ്പുണ്ട്. പക്ഷേ മിണ്ടാൻ നിവൃത്തിയില്ല, മിണ്ടിക്കഴിഞ്ഞ പേര് സീറ്റുണ്ടാവില്ലല്ലോ. ആരും ആ വിളിക്കാത്ത തന്നെ. ഇതിലും എന്തോരം വലിയ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കണു. ഇതൊന്നും പറയാനില്ല. അവിടെ വകമാറ്റി ചെലവഴിക്കല്, പൈസ വകമാറ്റി ചെലവ്, മറ്റേ നാളികേര കർഷകർക്ക് വേണ്ടിയിട്ടുള്ള എടുത്ത ലോൺ പൈസ എവിടെ പോയെന്നറിയണല്ലോ. ഇതൊന്നും ഇവന്റെയൊക്കെ അണ്ണാക്കിലല്ല, പിണ്ണാക്കാണോ? എന്തിനാ പ്രതിപക്ഷം നേതാവെന്നുള്ള സ്ഥാനം രാജിവെച്ചിട്ട് പിണറായിയുടെ സീറ്റിന്റെ സൈഡിൽ പോയി ഇരിക്കട്ടെ, അതാ നല്ലത്. പുള്ളിക്ക് അതാ ബെസ്റ്റ് പണി. പിണറായിയുടെ PR വർക്ക് ചെയ്യാനായിട്ടങ്ങ് കൊടുക്കുക. കോൺഗ്രസ് നശിക്കുമെന്നല്ല, ഇയാളെ പോയി നിർത്തിട്ട് കോൺഗ്രസ് നശിക്കുമെന്നല്ല. പക്ഷെ കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത് ഇവനെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഒരുത്തനെ ഒരു കൂട്ടത്തിൽ നിൽക്കുന്നവൻ അവൻ എന്ത് തെറ്റ് ചെയ്തോ അത് കോടതിയും നിയമമല്ല. ഇപ്പൊ നിയമത്തിന് എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് അറസ്റ്റ് ചെയ്യൂ, ഞാൻ തെളിവ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാം. ഇപ്പൊ പെണ്ണിന് തപ്പി ഇപ്പൊ സതീശനും കൂട്ടര് നടക്കുന്നത്. പിണറായിക്ക് തപ്പേണ്ട ആവശ്യമില്ല, ഇവനെങ്ങനെയെങ്കിലും തപ്പി ഇവൻ മറ്റവനൊന്ന് മൂലയ്ക്ക് ഇരുത്തിയിട്ട് വേണം എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ശ്വാസം വിടാൻ. ഇപ്പൊ ജനം മൊത്തം തിരിഞ്ഞു. ഇവിടെയൊക്കെ ഞങ്ങളുടെ ഇവിടെ ഉള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ മൊത്തം പറയണത് ഈ സതീശൻ എന്ന് പറഞ്ഞവൻ കാരണം കോൺഗ്രസ് നശിച്ചു, നല്ല സുവർണ അവസരം ഇത്തവണ അത് മുടിപ്പിച്ചു എന്നാ പറയണേ. കാരണം പ്രവാസികൾ ആരും തന്നെ ഈ ഇവന്റെ കൂട്ടത്തിലല്ല. കാരണം പ്രവാസികളാണ് ശരിക്കും പറഞ്ഞാൽ നാട്ടിന്റെ ശരിക്കും പറഞ്ഞാൽ ഒരു 90% ഫാമിലിയിലും എല്ലാ ഫാമിലിയുടെ ഏരിയയിലും മുഴുവൻ പ്രവാസികളുടെ ഇൻഫ്ലുവൻസ് നന്നായിട്ടുണ്ട്. കാരണം ഒരു കുടുംബമെങ്കിലും പ്രവാസികളായിട്ടുള്ളവരാണ് എല്ലാ കുടുംബത്തിൽ നിന്നും. അവരെല്ലാരും പറയണത് കോൺഗ്രസ് ആണ്, ഈ സതീശനാണ് കോൺഗ്രസ് നശിപ്പിക്കണെന്ന. അത് എഫക്ട് ചെയ്യുന്ന നാട്ടിലെ വോട്ട് 100% ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഞങ്ങളൊന്നും ഈ വൃത്തികേടിന് കൂട്ടു നിൽക്കില്ല. ആ വൃത്തികേട് കാണിച്ച് നമുക്കെല്ലാം പൊതുമധ്യത്തിൽ എത്രയോ ന്യൂസുകൾ പുറത്തേക്ക് വന്നു. ഇപ്പോഴെല്ലാം ജനം മനസ്സിലാക്കണം എന്ത് ഉമ്മൻചാണ്ടിനെ കൊന്നു കൊല വിളിച്ച്, ഇനിയിപ്പോ ഇവനെ കൊന്നു കൊല വിളിക്കണം. ഇനി ഷാഫി, ഇനി അടുത്തത് എന്താ പറയണ നമ്മുടെ മാത്യു കൊള്ളാടനുണ്ടായിരുന്നു. പുള്ളിയുടെ കുറെ നടന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് നിയമം അറിയാവുന്നതുകൊണ്ട് പുള്ളി വെട്ടി നിർത്തി പുള്ളിയുടെ മണ്ഡലത്തിൽ നല്ല പരിപാടി ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മോൻ പുറത്തേക്ക് വന്നില്ല? കാരണം ഉമ്മൻചാണ്ടിയുടെ മോൻ അറിയാം സ്വന്തം അപ്പനട്ട് കിട്ടിയ പണി എന്താന്ന്. സ്വന്തം അപ്പനട്ട് കിട്ടിയ പണി നന്നായിട്ട് അറിയാം പുള്ളിക്ക്. എന്തൊരു നാടാണ് ഇത്! കേരളം തന്നെയാണ്. അത് വേറെ നമ്മൾ വിചാരിക്കും നമ്മൾ പല നാടിനെയും കുറ്റം പറയും ഇന്ത്യയിലെ, പക്ഷെ കേരളമാണ് ഇപ്പൊ ഏറ്റവും നശിച്ചു കിടക്കുന്നത്. എന്ത് സാക്ഷരതയാണ് ഈ ജനങ്ങൾക്കുള്ളത്? ജനങ്ങൾ ഇത് കേട്ടിട്ടാണോ അത് മുമ്പോട്ട് പോകണം? ഇതൊന്നും വെച്ച് പൊറപ്പിക്കരുത്. അവന്റെ പേര് കേസുണ്ടെങ്കിൽ കേസെടുത്ത് മുമ്പോട്ട് പോട്ടെ. പക്ഷെ അവൻ ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയല്ലേ അവനിങ്ങനെ മാറ്റി നിർത്താനായിട്ട് എങ്ങനെയാണ് ഈ നേതൃത്വത്തിന് പറ്റണേന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ എന്തൊരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ഫുൾ അവകാശങ്ങളും പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി അടിയറ വെക്കണം. എന്തൊക്കെ തോന്നിവാസമാണ്! ഒരു പെണ്ണുണ്ടെങ്കിൽ ഏതൊരുത്തനെയും കൊടുക്കാം, അതാണ് അവസ്ഥ. പോലീസ് തല്ലിക്കൊല്ലാന്ന് അവിടെ നടക്കും. ആൾക്കാരെ കിട്ടിയവനെയൊക്കെ ചെവിടെ അടിച്ച് പൊട്ടിച്ച് കർണവളം ഇല്ലാണ്ടാക്കി വിടുന്നു. ഒരുത്തനും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. റോഡുണ്ടോ? റോഡ് മുഴുവൻ തോട്. ആ അവസ്ഥ. ഇതൊന്നും പറയാൻ അവിടെ ആരുമില്ല. ഇവിടെ എന്നാ പറയണേ, പിണറായിക്ക് സ്തുതി പാടാനായിട്ട് സതീശനോട് പറ, അതാ നല്ലത്. ആ സൈഡിൽ പോയി ഇരിക്കാൻ പറ. ഒരു കസേരയും കൂടെ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സൈഡിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ പോയി ഇരുന്നിട്ട് PR വർക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ സുഖം. അടുത്ത വർഷത്തോടെ അവർ കയറിക്കോളും. പിന്നെ അടുത്ത വർഷത്തോടെ കമ്മ്യൂണിസ്റ്റ് കയറിയാൽ പിന്നെ അതോട് കൂടിയിട്ട് ഇനി ഒന്നുമില്ല, സബ് കുച്ച് ഖതം നമ്മൾ പറയില്ലേ, ആ മൊത്തത്തിൽ കേരളം തീരും. അതാ വേണ്ടത്. ഒരു ബംഗാൾ പോലെ ആക്കിയെടുക്കണം. അങ്ങനെ ആകുമ്പോ പിന്നെ കേരളത്തിൽ പിന്നെ ഒന്നുമില്ല, മൊത്തം തീർന്നു. ഇനി മൊത്തം അടാപടലെ മൂഞ്ചി എന്ന് പറയില്ല നമ്മൾ. ആ ഒരു അവസ്ഥ ഇനി നല്ലത് ഇതിന്. അല്ലാണ്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല. ബോധമില്ലാത്ത കുറെ കഴുതകൾ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിങ്ങൾ ചെയ്യുന്ന എഫേർട്ട് വെരി ഗുഡ്. എന്തായാലും അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഞാൻ വർക്കിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഞാൻ സമയം കണ്ടെത്തി വിളിച്ചതാണ്. വെരി ഗുഡ് എഫേർട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. നല്ല കാര്യം. നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഉയർത്തെഴുന്നേൽപ്പിന് 48 മണിക്കൂർ മാത്രമാണ് ആ സഹോദരനുള്ളത്. അപ്പം ഈ VD സതീശൻ അവിടെ രാഹുൽ മാങ്കൂട്ടം വരാതിരിക്കാൻ വേണ്ടി BJPയും CPM-നെയും കൂട്ടുപിടിച്ച് എന്ത് വൃത്തികേടും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചാടുവലി നടക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 48 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ഈ ചാനല്, അതായത് അദ്ദേഹത്തിന് സഭയിൽ എത്താൻ വേണ്ടി തിരുവനന്തപുരത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തെ സ്നേഹിക്കുന്ന ജനങ്ങളെ ആ നിയമസഭയ്ക്ക് പുറത്തെത്തിക്കാനുള്ള ഒരു ഏർപ്പാട്
നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ വഴി വളരെ ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. തിരുവനന്തപുരത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വൻ മതിലായിട്ട്, കാരണം ചിലപ്പോൾ BJP-ക്കാർ ചിലപ്പോൾ ഒരു 50 പേര്, CPM-ന്റെ ഒരു 50 പേര്, VD സതീശിന്റെ ഗുണ്ടകൾ കുറച്ച് 50 പേര്, 150 പേര്, 1000 രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുഭാവികൾ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള അമ്മമാര് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാവലായി മതിലായി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം വരണം. പക്ഷെ വരുന്ന സമയത്ത് ഈ കോൺഗ്രസിന് അദ്ദേഹത്തെ എതിരിടുകയാണെങ്കിൽ സഭക്കകത്തും പുറത്തും വരാൻ നേരത്ത് 2 ലെറ്റർ കയ്യിൽ സൂക്ഷിക്കാൻ പറയണം. ഒന്ന്, ആ പാർട്ടി MLA സ്ഥാനം ഇതാ പത്രക്കാരുടെ മുമ്പിൽ വെച്ച് ഞാൻ രാജിവെക്കുന്നു. മറ്റൊന്ന്, ഈ കോൺഗ്രസുമായി വിട പറയുന്നു. എന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ എല്ലാ സജ്ജീകരണം ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത്. അത് രാഹുൽ ഇവിടെ അസംബ്ലി കയറ്റിയില്ലെങ്കിൽ ഈ VD സതീശൻ എന്ന് പറഞ്ഞ വടകൻ എവിടെ നിന്നാലും പോയി മത്സരിക്കണമെന്ന് പറയണം. സാറിന്റെ അഭിപ്രായമായിട്ട് പറയണം. അത് VD സതീശനെതിരായിട്ട് നിൽക്കണം. അവനെ നിയമസഭയെ കയറ്റരുത്. ഇവനെ അസംബ്ലി കയറ്റിയില്ലെങ്കിൽ. നിങ്ങൾ ചാനൽ വഴി ഈ സതീശിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അറ്റാക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും നിയമസഭയിൽ ഉണ്ടായിരിക്കണം. അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. സതീശനെ എത്രമാത്രം നിങ്ങൾ താറടിച്ച് കാണിക്കുന്നുണ്ടോ അത്രയും കോൺഗ്രസിന്റെ സാധാരണക്കാരുടെ ആ ഒരു വികാരം നിങ്ങൾക്കൊപ്പമാണെന്ന് എനിക്ക് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യണം സുനിൽ. നിങ്ങൾ ഈ വിഷയം നിങ്ങൾ എത്ര ദിവസമായി 17 or 18 ദിവസമായിട്ട് നിങ്ങളിത് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അത് തുടരണമെന്ന് തന്നെയാണ് നമ്മളൊരു ആഗ്രഹം. പ്ലീസ് നിങ്ങൾ എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും രാഹുലിന് കൊടുക്കുക. രാഹുൽ നിയമസഭയിൽ എത്തണം. അവിടെ സ്പീക്കർ അവന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതായിരിക്കും. ഒരു വിധത്തിലും ഭയപ്പെടേണ്ട. സതീശന്റെ ഈ ഒരു അപ്രമാദിത്വം അതില്ലാതാക്കാൻ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി അവിടെ നിയമസഭയിൽ എത്തിയിരിക്കണം. അതാണ് ഒരു കോൺഗ്രസ്സുകാരൻ്റെതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സാധാരണ നിഷ്പക്ഷനായിട്ട് ഇത് കാണുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായം എന്ന് പറയുന്ന രീതിയിൽ ഞാൻ പറയുന്നത്. വർഗീസ്, എനിക്കിപ്പോൾ 61 വയസ്സായ ആളാണ്. ഞാൻ കോൺഗ്രസിനെ ചെറിയ ലെവലിൽ ഇവിടെ വാർഡിലൊക്കെ ഞാൻ പ്രവർത്തിക്കുകയും സ്വന്തം കാശ് മുടക്കി കാർട്ടൂണും അങ്ങനെയുള്ളതൊക്കെ വരച്ചൊക്കെ ഒട്ടിച്ച് അന്നത്തെ കാലത്ത് ഇതിരുന്ന ആളാണ്. പക്ഷേ ഇവരുടെ ഈ പോക്ക് രീതികൾ നമുക്ക് എഫക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളിതിൽ നിന്ന് മാറി. എന്നാലും അനുഭവം കോൺഗ്രസിനോട് വോട്ട് ചെയ്യണത് കോൺഗ്രസിന് മാത്രമാണ്. പക്ഷേ ഈ നിലപാട് നമുക്ക് താല്പര്യമില്ല എന്നുള്ളത് ഇപ്പം ഇന്നിപ്പോൾ പ്രത്യേക ബ്ലോക്കായിട്ടിരിക്കാനും നോട്ടീസ് സ്പീക്കർക്ക് കൊടുത്തല്ലോ. ഇത്രയും മോശം അവസ്ഥ കോൺഗ്രസിന് ഇനി ഉണ്ടാകാനില്ല. ഇതുപോലൊരു ദയനീയ അവസ്ഥയിലേക്ക് ഇനി കോൺഗ്രസ് എത്തിപ്പെടാനുമില്ല. എന്തുകൊണ്ട് സതീശൻ ഇങ്ങനെ കാണിക്കുന്നു എന്നുള്ളത്, സതീശന്റെ കുഴപ്പം എന്താണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നതായിട്ടിരിക്കും. ഞാൻ വ്യംഗ്യാർത്ഥത്തിൽ സതീശന്റെ കുശുമ്പാണെന്നാണ് ഞാൻ ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ, അതായത് ഈ അവസ്ഥ പോവുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ സാറിൻ്റെ അതിനകത്ത് മെയിലിൽ മെസ്സേജിൽ ഞാനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ പറവൂർ മേഖലയിൽ എൻ്റെ സുഹൃത്തുക്കളും കുടുംബവും ഒക്കെ ആയിട്ട് എനിക്കൊരു 200ഓളം വോട്ടുള്ള ആളാണ്. എൻ്റെ വോട്ട് ചേർത്തലയിലാണ്. ഞാൻ വയലാർ രവിയുടെയും AK ആന്റണിയുടെയും നെയ്ബറാണ് ഞാൻ. വയലാർ രവിയുടെ ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് മാത്രമാണ്. എല്ലാവരോടും ഇന്നലെ കൂടി ഞാനിവിടെ ഒരു മണ്ണസ്ഥലത്ത് വെച്ച് പ്രസാദുമായിട്ട് P. പ്രസാദ് മന്ത്രിയായിട്ട് കാണുകയും ചെയ്തായിരുന്നു. വ്യക്തിപരമായിട്ട് മാത്രമല്ല, അതെനിക്ക് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് പൊളിറ്റിക്കലായിട്ടല്ല. പക്ഷെ ചിന്തിക്കുമ്പോൾ ഇവർ കൃത്യമായിട്ടും രാഹുൽ എന്ന് പറയുന്ന ഒരു ചതുരംഗ കളരിയാണ്. ചതുരംഗത്തിൽ ഒരു കാലാളിനെ വെച്ചിട്ട് ഇവൻ വെട്ടുകയാണ്. ഇപ്പോൾ ശരിക്കും പറയാം, കാലാളിനെ കൊണ്ട് രാജാവിനെ വെട്ടാൻ നോക്കിയ ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? കാലാള് വെട്ടും രാജാവിനെ. ആരെ? ഇവനെന്ന് പറഞ്ഞാൽ ഇവന്റെ പ്രസ്ഥാനം 200 വോട്ടോളം എനിക്ക് കളയാൻ പറ്റും അവിടെ. എന്റെ കുടുംബമൊക്കെ ഞാൻ പോയി തീർച്ചയായിട്ടും ഞാൻ പ്രവർത്തിക്കുമെന്ന് തീരുമാനിച്ചിട്ടുള്ളൂ. എനിക്ക് വാർഡ് മെമ്പർഷിപ്പോ കോൺഗ്രസിന്റെ പ്രാഥമിക നേതൃത്വമൊന്നും ഇപ്പോൾ ഇല്ലാത്ത ആളാണ്. എന്നെ ആരെന്ത് നടപടി എടുത്താലും എന്നെ കൊണ്ടാകാവുന്ന ചെയ്യേണ്ടതല്ലേ. അപ്പൊ എന്റെ ഒരു കാര്യം, എനിക്കിപ്പോ ഈ രാഹുലിന്റെ നമ്പർ ഇല്ലെങ്കിൽ പറ്റുമെങ്കിൽ നടുവൂര് പോകണമെന്നും. പക്ഷെ നമ്മളെന്നും ഒരു വീതിയാണ്. 61 വയസ്സായ നമ്മൾ ബഗ് ചെയ്യേണ്ട കാര്യമില്ല, പോയി കാത്തിരുന്ന് കാണണമെന്ന് പറയേണ്ട കാര്യമില്ല. ആക്ച്വലി രാഹുലിന്റെ പ്രായത്തെക്കാൾ 4 വയസ്സ് പറഞ്ഞൊരു മോൾ എനിക്കുള്ളത്, 3 മക്കളുള്ളത്. അപ്പോൾ ഞാൻ മകനായിട്ട് കണ്ടുകൊണ്ട് പോയി സംസാരിക്കുന്നത് ഇപ്പോഴത്തെ @% പുള്ളിയുടെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നമുക്ക് അനുഭവം പ്രകടിപ്പിക്കാനേ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ ഈ മെസ്സേജുകൾ പറ്റുമെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് രാഹുലിന് അയച്ചു കൊടുക്കുമ്പോൾ പറയുക, പോകണം നാളെ എന്തായാലും തിങ്കളാഴ്ച നിയമസഭയിൽ എത്തണം. പ്രത്യേക ബ്ലോക്കെങ്കിൽ പ്രത്യേക ബ്ലോക്ക് കുറിക്ക് കൊള്ളുന്ന മറുപടി പറയാൻ ഈ രാഹുലിന് അറിയാൻ പാടില്ല. രാഹുൽ ട്രോമയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാ ട്രോമയിലാകാൻ പറ്റും? ഇവരെ പോലെ സെയിം ബ്രോഡായിട്ട് എല്ലാവരും ഫേസ് ചെയ്ത് ഈ ലോകത്തെ അഭിമുഖീകരിച്ച് നടന്ന് പിണറായി വിജയൻ വാടാ പോടാന്ന് വെല്ലുവിളിച്ചിട്ടുള്ളവന്
ഇതൊക്കെ വലിയ ട്രോമയാണ്. ഏതെങ്കിലും സ്ത്രീ ഒരാളെ പറ്റി, ആർക്കും സ്ത്രീകൾ, ഇപ്പൊ നിങ്ങളോട് പറയുമ്പോൾ സ്ത്രീകൾക്കൊരു പുരുഷനെ പറ്റി എന്തും പറയാം. പുരുഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെയായി തിരിച്ചായി മാറും അല്ലേ? അപ്പൊ അങ്ങനത്തേക്ക് നിൽക്കുമ്പോൾ പള്ളിക്ക് ഒന്ന് അറിയിക്കുക, ഞങ്ങളെ പോലുള്ളവരുടെ അനുഭവം പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്, നിയമസഭയിൽ എത്തിച്ചേരണമെന്ന് പറയുക. എത്തിച്ചേർന്നില്ല പിന്നെ രാഹുലിനെ നമ്മൾ ചിന്തിച്ച രാഹുലിന്റെ തന്റെ ഇടവും ധൈര്യം ഇല്ലാതായി ചോർന്നു പോയെന്ന് വരും. എന്റെ പേര് മോളി. ഞാനിപ്പോ വിളിച്ചത് ഇന്ന് ഒരു യൂട്യൂബിൽ ഇതിൽ കണ്ടു, ഇങ്ങനെ രാഹുല് ഒരാൾ കാവലവന് കിടക്കുവാണ്, പുള്ളിക്ക് ഉറങ്ങാൻ പറ്റണില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, മാനസികമായിട്ട്. എനിക്കും ഒരു മോനുണ്ട്, അവന്റെയൊക്കെ പ്രായം വരുന്നത്. എനിക്കത് കേട്ടപ്പോൾ മുതൽ വളരെ സങ്കടം. നിങ്ങളുടെ ഈ ചാനലിൽ കൂടിയാണല്ലോ ഇതെല്ലാം കൂടുതലും പുറത്തേക്ക് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതും. സതീശൻ പിന്നെ രാജിവെക്കാൻ പറ, അവൻ പോയി രാജിവെക്കാൻ പറ. ആ കൊച്ചിനോട് സമാധാനത്തോടു കൂടി അവന്റെ അമ്മയെ ഓർത്തെങ്കിലും ഇരിക്കാൻ പറ. കാരണം അത് പറയണം. കാരണം നിങ്ങളുടെ ചാനലിൽ കൂടിയാണ് ഞങ്ങൾക്കൊക്കെ അഭിപ്രായം പറയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോൾ മുതൽ സങ്കടം. അവന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അവന് കാവലി. എന്തിനാ അവര് കാവലിരിക്കണേ? അവനെ മാനസികമായിട്ട് തകർത്താനോ? അതുപോലെ തന്നെ എന്തായാലും അവന് പാർട്ടി വിട്ടെങ്കിൽ പോട്ടെ, അവന് സ്വതന്ത്രനായിട്ട് നിൽക്കാലോ. കോൺഗ്രസ്, ഞാനും ഒരു കോൺഗ്രസ്സുകാരിയാണ്. ഞാനൊരു അമ്മയാ, എനിക്ക് 2 മക്കളുണ്ട്. എന്റെ മകന്റെ പ്രായം രാഹുലിനുള്ളൂ. പക്ഷെ അവൻ നേരത്തെ പെണ്ണ് കിട്ടിയോണ്ട് അവന് പിള്ളേരുണ്ട്. പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞാല് ഞാൻ രോഗിയായിട്ടിരിക്കുന്നവരാ, എനിക്ക് സങ്കടാ വരുന്നേ. അവന് ഉറങ്ങാൻ പറ്റണില്ല. ഒരു പയ്യനല്ലേ, അവന്റെ അച്ഛൻ മരിച്ചിട്ട്, അവന്റെ അമ്മ 4 വയസ്സുള്ളപ്പം മരിച്ചിട്ട് അവനെ വളർത്തി ഇത്ര ആക്കിയിട്ട് അവൻ പാർട്ടിക്ക് വേണ്ടി ചത്ത് കിടന്നിട്ട് അവസാനം അവനെ കൊല്ലാക്കൊല ചെയ്യണ എന്തിനാ? ശരിക്കും പറഞ്ഞാൽ ഇത് സതീശനൊക്കെ കൂടി ചെയ്യണ. ആ പുള്ളിയുടെ മകളാണോ റെനി? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഇന്ന് ഞാൻ അത് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഉച്ച കഴിഞ്ഞ് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അവനോട് പറയണം, അവൻ സങ്കടപ്പെടരുത്. അവന്റെ അമ്മയ്ക്ക് വേറെ ആരും ഉണ്ടാവൂല. അവൻ പറയാ ഉറങ്ങാൻ വേണ്ടി അവൻ സിറ്റീസിനും പാരസെറ്റാമോളും ഒക്കെ കഴിക്കും, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റണില്ല. 2 മണിക്കൂർ ഉറങ്ങുന്ന ആ കൊച്ചിന്റെ അവസ്ഥ എന്താവും? അവന്റെ അമ്മയുടെ വേദന എന്താവും? അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അതുകൊണ്ട് അവനോട് പറയണം സമാധാനമായിട്ടിരിക്കുക, ദൈവം ഉണ്ടാക്കും. ഞാനിപ്പോ മസ്കറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. ഇത് സതീശന്റെ, രമേശ് ചെന്നിത്തലയുടെയും PJ കുര്യന്റെയും ഒരു തന്ത്രമായി. ഇത് കഴിഞ്ഞ ഒരു വിഷയത്തിൽ PJ കുര്യന്റെ പെൺവാണിഭ കേസൊന്നും എടുത്തിട്ടപ്പോൾ അതിന്റെ പിന്നിൽ കൂടാണ് ഈ സംഭവങ്ങളെല്ലാം പുറപ്പെട്ടത്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ചിരുത്താൻ വേണ്ടിയുള്ള ഒരു പരിപാടിക്കാണ് ഇമാർ ഈ പണിയും കൊണ്ട് നടക്കുന്നത്. ഇത് ഇമാര് നമ്മളിലുള്ള കൂടാതെ അവർ 2 പേരും, ഈ രമേശ് ചെന്നിത്തലയും ഈ VD സതീശനും, ഇവർ 2 പേരും കൂടാണ് ഈ പരിപാടിയും കൊണ്ട് നടക്കുന്നത്. അവനെ വെളിയിൽ ചെയ്യാനുള്ള പരിപാടിയാണ് ഇവർ 2 പേരും ചെയ്യുന്നത്. പാർട്ടിക്കകത്ത് AUI ഗ്രൂപ്പുണ്ട്. ഏക്കാർക്ക് വലിയ റോളൊന്നും ഇല്ല. ഇതിനകത്തിരുന്നത് കൊണ്ട് ഇപ്പൊ അവർക്ക് വലിയ റോളൊന്നും ഇല്ല. ഇവർ നമ്മളുള്ള ഡീലാണ് മുഖ്യ വിഷയം. അതുമല്ല, ഇവൻ കയറി വന്നാൽ ഒരു മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അത് ഇവര് നമ്മളെ അത് ഇപ്പോഴേ കളഞ്ഞു കുളിക്കുക. അതുകൊണ്ടെന്താ, ഇപ്പൊ ചാനലിൽ വന്നിരുന്ന കാര്യം പറയാൻ പോലും ഒരു കോൺഗ്രസ്സുകാരനും ധൈര്യവും ഇല്ല. ഇപ്പൊ ഒരു 3-4 പേരെ ഇപ്പം പിന്നെ തലയെ കൂടെ ഷാളൊക്കെ ഇട്ട് കൊണ്ടുപോയി കോടതിയിൽ. ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ അണങ്ങിയില്ലല്ലോ. ഈ VD സതീശൻ എന്താ ഈ ഓഫീസിൽ പോയി ചോദിച്ചാൽ VD സതീശൻ വേറെ മൈക്കിൽ കൂടെ അല്ലാതെ വേറെ ഒരു പരിപാടി അവൻ പറഞ്ഞില്ലല്ലോ ഇതുവരെ. സുധാകർ സാറ് KPC പ്രസിഡന്റ് ആയപ്പം അയാൾ ഇല്ലെന്ന് പറഞ്ഞ് നിന്നേക്ക്. അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ വിഷയമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ ഇപ്പൊ എടുത്ത് പുറത്ത് ഇറക്കിയാണ്. ഈ ഇപ്പൊ ഒരുത്തം കൊണ്ട CA 3-4 ചെറുപ്പക്കാരെ ജയിലിൽ കൊണ്ടുപോയില്ല. ഇവർക്കൊന്നും ചോദിക്കാനില്ലല്ലോ. ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞൊരു KPCC പ്രസിഡന്റിനെ പിടിച്ച് ക്രിസ്ത്യാനിയാക്കി പ്രസിഡന്റാക്കി വെച്ചുള്ള ക്രിസ്ത്യാനികൾ മൊത്തം ഇപ്പൊ BJP പോയേക്കുവാണല്ലോ. നമുക്ക് എന്തുകൊണ്ട് മറുപടി? അയാൾ പോലും ഒരു മറുപടി പറയുന്നില്ലല്ലോ ഈ KPCC പ്രസിഡന്റ്. ഈ പാർട്ടി ഇല്ലാതാക്കിയില്ലേ ഇവര്? ഇമാർ 2 കൂടി ഇവർ 2 പേരെയും കൂടിയാലാണ്. ഇതിന്റെ പിന്നിൽ അമ്മ 2 പേരുമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.